തണ്ണിമത്തനും ചിക്കൻ കറിയും കൂടി ഒന്നിച്ച് കഴിച്ചാൽ ജീവൻ പോകുമോ? വല്ലാതെ ആശങ്ക പടരുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്നത്. ഒരാഴ്ച മുമ്പാണ് മുംബൈയിലെ ഒരു കുടുംബം തണ്ണിമത്തനും ചിക്കനും ഒന്നിച്ച് കഴിച്ചു. 4 പേര് മരിച്ചു. ഇപ്പോൾ ദാ ഛത്തീസ്ഗഡിൽ നിന്നൊരു വാർത്ത വന്നിരിക്കുന്നു. 4 കുട്ടികൾ. 4 കുട്ടികൾ ഒരുമിച്ച് പോയി. അവർ 15 വയസ്സുള്ള 15ഉം 13ഉം 14ഉം വയസ്സുള്ള കുട്ടികൾ. ഒരു കുടുംബത്തിലെ സഹോദരങ്ങളാണെന്ന് തോന്നുന്നു. അവർ ഒരുമിച്ച് പോയി തണ്ണിമത്തൻ കഴിച്ചു. കൂടെ ചിക്കൻ കറിയും കഴിച്ചു. കുട്ടികൾക്ക് ശാരീരിക വിഷമതകളുണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിൽ അഖിലേഷ് ദീവാർ എന്ന് പറയുന്ന കുട്ടി മരിച്ചു. ജാംഗിർ ചമ്പ ഡിസ്ട്രിക്റ്റിലുള്ള ഛത്തീസ്ഗഡിലെ ചമ്പ ഡിസ്ട്രിക്റ്റിലാണ് ഈ സംഭവം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വല്ലാത്ത ആശങ്കയാണ്. ആശുപത്രിയിൽ 3 കുട്ടികൾ ഗുരുതരമായി തുടരുന്നു. ഒരാൾ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മീനും മോരും കഴിക്കരുത്, വിരുദ്ധാകാരമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് ആവട്ടെ അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളാവട്ടെ അത് ചിക്കൻ്റെ കൂടെ കഴിച്ചാൽ മരണമുണ്ടാകുമോ എന്നുള്ള ആശങ്ക വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. കാരണം പത്രത്തിലൊക്കെ ഈ വാർത്ത വന്നു, മാധ്യമങ്ങൾ പറയുന്നു തണ്ണിമത്തനും ചിക്കനും ഒന്നിച്ച് കഴിച്ച രണ്ടാമത്തെ സംഭവം. ആദ്യത്തെ കേസിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് പരിശോധന നടത്തിയപ്പോൾ മുംബൈ കുടുംബത്തിലെ 4 പേർ മരിക്കാൻ കാരണം അവരുടെ ഉള്ളിൽ എലിവിഷം ചെന്നു. എങ്ങനെ എലിവിഷം എത്തി? ഇതാണ് ചോദ്യം. അത് പല തിയറികൾ പറയുന്നുണ്ട്. ഈ തണ്ണിമത്തനൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ സ്ഥലത്ത് എലികൾ വന്ന് കയറാതിരിക്കാൻ എലിവിഷം സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ആ എലിവിഷം സൂക്ഷിച്ചത് എങ്ങനെയെങ്കിലും ഈ തണ്ണിമത്തൻ്റെ ഉള്ളിൽ കടന്നിരിക്കാം. ചിലപ്പോൾ പൊട്ടിയ തണ്ണിമത്തനായിരിക്കാം. അതുവഴി അകത്തേക്ക് കടന്നതായിരിക്കാം. അത് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചപ്പം മരിച്ചതായിരിക്കാം എന്ന് പറയുന്നു. പക്ഷേ കൃത്യമായ വിവരങ്ങൾ പൂർണ്ണമായും വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നു. അതിങ്ങനെ നടന്ന് തണ്ണിമത്തൻ കഴിച്ചാൽ ജീവൻ പോകും എന്നുള്ള ഒരാശങ്ക പൊതുവിൽ വടക്കേ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചിരിക്കുമ്പോഴാണ് ഛത്തീസ്ഗഡിൽ ഈ വാർത്ത വരുന്നത്. അതും കുട്ടികളാണ്. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചൂട് കാലമാണല്ലോ. ചൂടുകാലത്ത് കഴിക്കാൻ ഏറ്റവും സുഖമുള്ള തണുപ്പുള്ള ഒരു ഭക്ഷ്യവസ്തു എന്ന നിലയിൽ എല്ലാവരും തണ്ണിമത്തൻ കഴിക്കും. തണ്ണിമത്തൻ്റെ ജ്യൂസ് കഴിക്കും. തണ്ണിമത്തൻ വാങ്ങിച്ചിട്ട് മുറിച്ച് കഴിക്കും. അതിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റുകളിലും വഴിയോര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ചിക്കൻ കറിയോ ചിക്കൻ ഫ്രൈയോ ഒക്കെ അതിൻ്റെ കൂടെ കഴിക്കും. ജ്യൂസ് കുടിക്കും. എല്ലാവരും കഴിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരിൽ പലരും കഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലും വളരെ പ്രിയപ്പെട്ട ഒരു ഭക്ഷ്യവസ്തുവോ പാനീയമോ ആണ് തണ്ണിമത്തൻ ജ്യൂസ്. അപ്പം അതുകൊണ്ട് ഇതൊരു ആശങ്കയായിട്ട് പടരുന്നുണ്ട്. പക്ഷേ അധികൃതർ പറയുന്നത് ഈ തണ്ണിമത്തൻ്റെ കൂടെ ചിക്കൻ കഴിച്ചാൽ അങ്ങനെ മരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തണ്ണിമത്തൻ സൂക്ഷിക്കുന്നിടത്ത് എലിവിഷം വെച്ചതുകൊണ്ട് സംഭവിച്ചതാകാം. ഓർക്കുന്നില്ലേ 2-3 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ അതോ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിലാണെന്ന് തോന്നുന്നു. ഒരു കുടുംബം ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് സമുദ്ര വിഭവങ്ങൾ കഴിച്ചു. അവർക്ക് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായി. പിന്നീട് നോക്കിയപ്പോൾ സമുദ്ര വിഭവങ്ങളുടെ കുഴപ്പമൊന്നുമില്ല, ഹോട്ടലൊക്കെ അടച്ചു പൂട്ടി. എങ്കിലും പിന്നീട് അത് വേറെ കാരണമാണ് കണ്ടുപിടിച്ചത്. അതുപോലെ ഈ മഹാരാഷ്ട്രയിലെ മുംബൈ കുടുംബത്തിൻ്റെ തണ്ണിമത്തൻ കഴിച്ചുള്ള മരണത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? എലിവിഷം ഉള്ളിൽ ചെന്നു എന്ന് ഉറപ്പാണ്. അല്ലാതെ തണ്ണിമത്തനും ചിക്കനും കൂടെ ഒന്നിച്ച് കഴിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷേ ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവിടെയും സമാനമായി ഈ തണ്ണിമത്തനും ചിക്കനൂടെ കഴിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ ഈ രംഗത്തുള്ള ആളുകളൊക്കെ പറയുന്നത്, വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകളൊക്കെ പറയുന്നത് തണ്ണിമത്തനും ചിക്കനും കഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ തണ്ണിമത്തനായിരിക്കണം. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ വാങ്ങുന്നു. അതിനൊരു സ്വാഭാവിക നിറമാണ് അതിനകത്ത്. 2 തരത്തിലുള്ള തണ്ണിമത്തനുണ്ടല്ലോ. ഈ പാടുകളുള്ളതും ഒറ്റ കളറുള്ള പച്ച കളറുള്ളതുമായ തണ്ണിമത്തൻ. അപ്പോൾ അതിനകത്ത് മുറിച്ച് കഴിയുമ്പോൾ ചിലതങ്ങനെ നല്ല ചോര ചുവപ്പ് കാണും. അത് നമുക്ക് ഇഷ്ടം മിക്കവാറും ചോര ചുവപ്പ് നിറത്തിലുള്ള തണ്ണിമത്തൻ വാങ്ങാനായിരിക്കാം. അതിന് രുചി കൂടുമായിരിക്കും, മധുരം കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം അതിൻ്റെ ഈ ആകർഷണീയമായ നിറം കണ്ടിട്ട് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ അതേ സംബന്ധിച്ച് ഒരു അഭിപ്രായം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. വിദഗ്ധർ പറയുന്നത് അത് എറിത്രോസിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു തണ്ണിമത്തനിൽ കുത്തിവെക്കും. കാരണം കടും ചുവപ്പ് നിറമുള്ള തണ്ണിമത്തൻ കഴിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ് എന്നതുകൊണ്ട് ഈ എരിത്രോസിൻ കുത്തിവെച്ചാൽ ഇതിന് കടും ചുവപ്പ് വരും. അത് അത്യാവശ്യം നല്ല സൈഡ് എഫക്റ്റുള്ള ഒരു രാസവസ്തുവാണ്. അപ്പോൾ നമ്മൾ വാങ്ങി കഴിക്കുന്നതിൻ്റെ ഈ പ്രശ്നമുണ്ട്. ആപ്പിളിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല. ആപ്പിള് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ചുരണ്ടി നോക്കിയാൽ അതിന് മിനുസം കിട്ടാൻ അതിൻ്റെ പുറത്ത് പാരഫിൻ, അതായത് മെഴുക് പുരട്ടും. ഈ മെഴുക് ഉള്ളിൽ ചെന്നാൽ വയറിന് പ്രശ്നമാണ്.
അപ്പോൾ മെഴുക് പുരട്ടി മിനുക്കി വരുന്ന ആപ്പിളുകളുണ്ട്. ഈ പല ആപ്പിളുകളും എടുത്തിട്ട് അതിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് ഇമ്പോർട്ടഡ് ആപ്പിൾ ആണെങ്കിൽ അതിലൊരു സ്റ്റിക്കർ ഉണ്ടാവും. ഈ സ്റ്റിക്കർ പൊളിച്ച് നോക്കിയാൽ മുമ്പൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് പരാതികൾ വന്നിട്ടുണ്ട്. ആ സ്റ്റിക്കർ പൊളിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ദ്വാരം കാണാം, ഒരു സൂചി കയറിയ പാട്. എങ്ങനെയായിരിക്കും ഒന്നിലേറെ ആപ്പിളുകൾ നമ്മൾ വാങ്ങി എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ 1 കിലോ വാങ്ങിയ ആപ്പിളിൻ്റെ എല്ലാം സ്റ്റിക്കർ പൊളിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തിയ ഒരു പാട് കാണുന്നു. ആരെങ്കിലും മനഃപൂർവ്വം കുത്തുന്നതാണോ? അതെ, മനഃപൂർവ്വം കുത്തുന്നതാണ്. ഇത് ചീത്തയാവാതിരിക്കാൻ ഒരു രാസവസ്തു, ഒരു കീടനാശിനി പോലെയുള്ള വസ്തു ഇഞ്ചക്ട് ചെയ്ത് അകത്തേക്ക് വിടുന്നതാണ്. അപ്പോൾ സ്റ്റിക്കർ എന്ന് പറയുന്നത് ആപ്പിൾ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി ഒട്ടിക്കുന്നതല്ല. അവിടെ ഇത് ചീത്തയാവാതിരിക്കാൻ വേണ്ടി മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഒരു രാസവസ്തു ആപ്പിളിലേക്ക് കുത്തിവെച്ചിരിക്കുന്നത് മറയ്ക്കാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ പഴങ്ങളും ഒക്കെ നമ്മൾ മേടിച്ച് കഴിക്കുന്നത് ഒരു വിശ്വാസത്തിലാണ്. കാരണം മറ്റെന്ത് വസ്തുവാണെങ്കിലും മായം ഉണ്ടാവും. പഴത്തിൽ, മുന്തിരിക്കകത്ത്, ഓറഞ്ചിനകത്ത്, പേരയ്ക്കകത്ത്, അല്ലെങ്കിൽ ആപ്പിളിനകത്ത് എന്ത് മായം വരാനാണ് എന്ന് കരുതുമ്പോൾ, പക്ഷേ ആ കാലം മാറിയിരിക്കുന്നത്. നമുക്കറിയാം, മാമ്പഴം ഉണ്ടാവാൻ വേണ്ടി കാർബൈഡ് വെച്ച് പഴുപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കൃത്രിമമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തണ്ണിമത്തൻ്റെ കാര്യത്തിലേക്കും മാറിയിട്ടുണ്ടോ? എറിത്രോസിൻ പോലെയുള്ള രാസവസ്തുക്കൾ കുത്തിവെക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്, അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള സംശയം ആരോഗ്യരംഗത്തുള്ളവർ പങ്കുവെക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. കൂട്ടിയിട്ടിരിക്കുന്ന തണ്ണിമത്തൻ കടകളിൽ കണ്ടിട്ടില്ലേ? മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. രാത്രി അതാരാണ് മൂടി കെട്ടിവെക്കുന്നത്? അതിലെ എലി പോവാം, പാമ്പ് പോവാം, പഴുതാര പോവാം, എന്തും പോവാം. എലി വന്ന് ഈ തണ്ണിമത്തൻ എന്തുകൊണ്ടാണ് കരളാതിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉറപ്പായും ചില രാസവസ്തുക്കൾ അവിടെ വെക്കുന്നത് കൊണ്ട്, എലിവിഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെക്കുന്നത് കൊണ്ടാണ് നേരം വെളുക്കുമ്പോഴും തണ്ണിമത്തൻ അതുപോലെ ഇരിക്കുന്നത്. ഇപ്പോൾ ചില മുന്തിരിയെ വാങ്ങുന്നതിനെക്കുറിച്ച് ആളുകൾ പറയും, മുന്തിരി ഈച്ച വന്നിരിക്കുന്ന മുന്തിരിയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങുക, കാരണം അതിൽ കീടനാശിനി തെളിച്ചിട്ടില്ല. അല്ലാത്ത മുന്തിരിയോ, അതിൽ നിറയെ കീടനാശിനി ആയിരിക്കും. നമ്മളിപ്പം ജ്യൂസ് കടയിൽ പോയിട്ട് ജ്യൂസ് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. കാരണം അതിനൊരു തൊലിയുണ്ട്. തൊലി പൊളിച്ചിട്ട് അകത്തിരിക്കുന്ന സാധനത്തിൻ്റെ അല്ലികൾ പിഴുതാണല്ലോ നമുക്ക് ജ്യൂസ് കിട്ടുന്നത്. ഞാൻ കഴിക്കാതിരിക്കുന്നത് എന്താണെന്നറിയോ? മുന്തിരി ജ്യൂസാണ്. കാരണം മുന്തിരി എന്ന് പറയുന്ന സാധനത്തിന്മേൽ എത്രമാത്രം കീടനാശിനികളാണ് സ്പ്രേ ചെയ്യുകയാണ് കടകളിൽ. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. സ്പ്രേ ചെയ്യുകയാണ് കീടനാശിനി, കൊടും വിഷം. ഈ മുന്തിരി ജ്യൂസ് കടകളിൽ ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകി വൃത്തിയാക്കി അതിലെ കീടനാശിനി മുഴുവൻ പുറത്ത് കളയുന്നു എന്ന് എന്താ ഉറപ്പ്? ഒരിടത്തും നടക്കുന്നില്ല. വെറുതെ ഒന്ന് വെള്ളത്തിൽ മുക്കി എടുക്കുമായിരിക്കും, അത്ര തന്നെ. അതുകൊണ്ടൊന്നും കീടനാശിനി പോവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ പ്രതികരണമാണ്, ശരീരത്തിൻ്റെ പ്രതികരണമാണ് ഭക്ഷ്യവിഷബാധയൊക്കെ ആയിട്ട് വരുന്നത്. ഏതായാലും തണ്ണിമത്തൻ്റെ പേരിലുള്ള രണ്ടാമത്തെ കേസാണ്. തണ്ണിമത്തൻ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രദ്ധിക്കുക. തണ്ണിമത്തൻ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ കീടനാശിനി വെക്കുന്നുണ്ടോ, എലിവിഷം വെക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഒരു തണ്ണിമത്തൻ്റെ പുറന്തോട് പൊട്ടിയിരുന്നാൽ ഈ എലിവിഷം ഉള്ളിൽ കയറിയാൽ അത് കഴിക്കുന്നത് നമുക്ക് അപകടം പറ്റും. അതോടൊപ്പം തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണോ ഈ ജ്യൂസുകൾ ഉണ്ടാക്കുക? ഇപ്പോൾ എറണാകുളത്തൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആരുടെയും അന്നം മുട്ടിക്കാൻ പറയുകയല്ല കേട്ടോ. വഴിയോരത്ത് തണ്ണിമത്തൻ ഇങ്ങനെ അതിൻ്റെ ചുവന്ന ഭാഗം ഇങ്ങനെ ബക്കറ്റിനകത്ത് അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നത് കാണാം. നമ്മളവിടെ ചെല്ലുമ്പോൾ കുറച്ച് ഐസും എടുത്തിട്ട് ഇത് ഒഴിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തരും. എറണാകുളത്തുകാരായ ഞങ്ങൾ എറണാകുളത്തെ പൈപ്പിലെ വെള്ളം ഒരു കാരണവശാലും കുടിക്കില്ല. ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയ ഉള്ള ജലമാണ് എറണാകുളത്ത് കിട്ടുന്നത്. എല്ലാവർക്കും അറിയാം. പലയിടത്തും അഴുക്ക് ചാലിലൂടെയാണ് പൈപ്പ് ലൈനുകൾ പോകുന്നത്, കൊച്ചിയിലെ കാനകളിൽ കൂടെ. എല്ലാ നഗരങ്ങളിലും ഇതൊക്കെ തന്നെയായിരിക്കും. അതിന് പൊട്ടലുണ്ടാവാം, അഴുക്ക് വെള്ളം അതിനകത്ത് കലരുന്നുണ്ടാവാം. അങ്ങനെ മലിനമാക്കപ്പെട്ട ജലം ഇത്തരം ജ്യൂസുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇനി സോഡ കഴിച്ചാലും സോഡ ഉണ്ടാക്കുന്നത് ഈ വെള്ളത്തിലാണ്. കാർബൺ ഡൈഓക്സൈഡ് അടിച്ചു കയറ്റിയത് കൊണ്ട് സോഡയിലെ കീടാണുക്കൾ മരിക്കില്ല, നശിച്ചു പോവില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കഴിക്കുന്ന വെള്ളം, ഇപ്പോൾ വേനൽക്കാലമാണ്, ഇനി ഇത് കഴിഞ്ഞിട്ട് മഴക്കാലം വരുന്നു, അപ്പോഴും പ്രശ്നമുണ്ട്. മലിനമല്ലാത്ത ജലം, ഈ തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള ഫലവർഗ്ഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, പിന്നെ ഈ നമ്മൾ നോക്കുമ്പോൾ ഈ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്ത് തുറന്നു വെച്ചിരിക്കുന്നത് കാണാം. ഈ ഒരു വലിയ 4-5 കിലോ തൂക്കമുള്ള തണ്ണിമത്തൻ മുറിച്ച് ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കച്ചവടക്കാർ
അത് വൈകുന്നേരം ആകുമ്പം അത്രയും പകൽ മുഴുവൻ തുറന്നിരുന്ന് പൊടിയും ഒക്കെ അടിച്ചു കയറിയതാണ് എന്നതുകൊണ്ട് ദൂരെ കളയുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഒരു സംശയവുമില്ല. അത് അവർ ഉറപ്പായിട്ടും അത് ജ്യൂസാക്കി തരും. അപ്പോൾ എത്രമാത്രം പൊടിപടലങ്ങൾ, അഴുക്ക്, രോഗാണുക്കളൊക്കെ കയറിക്കൂടിയ ഈ സാധനമാണ് ജ്യൂസായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ട്. അപ്പോൾ സുരക്ഷിതമായി കഴിക്കുക, നന്നായി സൂക്ഷിക്കുന്ന സ്ഥലത്ത്, നന്നായി പരിപാലിക്കുന്ന സ്ഥലത്ത് നിന്ന് ജ്യൂസും മറ്റും കഴിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വീട്ടിലേക്ക് തണ്ണിമത്തൻ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കാം. അപ്പോൾ ഈ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കരുതുമ്പോൾ അവിടെയും ഉണ്ടൊരു പ്രശ്നം. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായി വൃത്തിയായി കഴുകി പറ്റുമെങ്കിൽ സോപ്പിട്ട് തന്നെ ഈ തണ്ണിമത്തൻ്റെ പുറം കഴുകിയിട്ട് ഉപയോഗിക്കണമെന്നാണ് ഞാൻ സംസാരിച്ച ആരോഗ്യവകുപ്പിലെ ആളുകൾ എന്നോട് പറഞ്ഞത്. കാരണം അപ്പോഴും ഉണ്ടാവാം അത് സൂക്ഷിക്കാൻ, കേടാവാതിരിക്കാൻ വേണ്ടി കീടനാശിനി തളിച്ചതിൻ്റെയും എലിവിഷമൊക്കെ വെച്ചതിൻ്റെയും ട്രൈസസ് അതിനകത്തുണ്ടാവാം. അത് ദോഷകരമാണ്. അതുകൊണ്ട് വൃത്തിയായി കഴുകിയിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയം മാത്രം പറയുന്ന അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സും രാഷ്ട്രീയവും ഒക്കെയാണല്ലോ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതും ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയാണല്ലോ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വേനൽക്കാലമാണ്, ഫലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. തണ്ണിമത്തനും നല്ല ശരീരം തണുപ്പിക്കാൻ പറ്റുന്ന, വളരെ എനർജി നൽകുന്ന, വളരെ പോസിറ്റീവായൊരു ഫുഡാണ്. പക്ഷേ അത് സുരക്ഷിതമായി കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. തണ്ണിമത്തനും ചിക്കനും കൂടെ ചേർന്നാൽ എന്തെങ്കിലും പ്രതിപ്രവർത്തനം ഉണ്ടായി വിഷവസ്തുക്കൾ ഉണ്ടാകും എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ വാർത്തകളിൽ തണ്ണിമത്തനും ചിക്കനും തിന്നാൽ മരണം സംഭവിക്കും, അല്ലെങ്കിൽ മരണം സംഭവിച്ചു, 4 പേര് മഹാരാഷ്ട്രയിൽ മരിച്ചു, ഇപ്പോൾ ഒരു കുട്ടി മരിച്ചിരിക്കുന്നു, 3 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഛത്തീസ്ഗഡിൽ. അതുകൊണ്ട് നമ്മളിനി തണ്ണിമത്തൻ നാളെ മുതൽ കഴിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ഭയം വേണ്ട, ജാഗ്രത മതി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണം കേട്ടോ.